ഇത് കസിൻസിൽ 3 പേരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഓ വളരെ ചെറുതായിരുന്നു അന്ന്. നല്ലൊരു കൈയടി കൊടുക്കാം. ഗുഡ് ഈവനിങ്. എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി ഈ മൂവിനെ പറ്റി ഓർക്കുമ്പം ഷൂട്ടിംഗ് ആണെന്നൊന്നും ഓർമ്മയില്ല. അതൊരു വെക്കേഷൻ ടൈം ആയിരുന്നു അങ്കിളൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മളെല്ലാ ഒരു ഫാമിലി ഫുൾ വെക്കേഷന് പോയി സെലിബ്രേറ്റ് ചെയ്ത് വന്നു. അതിനിടയിൽ എപ്പോഴോ ക്യാമറ വെക്കുന്നു, ബോൾ കളിക്കാൻ പറയുന്നു, എന്താ ഡയലോഗ് പറയാൻ പറയുന്നു, അങ്ങനെ ഒരു ഓർമ്മയുള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അത് 27 ഇയേഴ്സിന് ശേഷം അറ്റത്തുള്ളതാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ മഞ്ജു ചേച്ചി ഇപ്പം പറഞ്ഞ പോലെ അങ്ങനെ അതിനെക്കാട്ട് യങ് ആയിട്ടിരിക്കുന്നു. നമ്മളൊക്കെ വയസ്സായി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സിബി അങ്കിൾ, താങ്ക് യു സിയാദ് അങ്കിൾ, താങ്ക് യു. ബോണിയാണ് വിളിച്ചത്, ബോണി താങ്ക് യു. ഷർമീൻ താങ്ക് യു. എല്ലാവരും മൂവി പോയി കാണണം, ഞങ്ങളും പോയി കാണും. താങ്ക് യു. എൻ്റെ പേര് ആൻസു. ഞാൻ ഈ യങ്ങസ്റ്റ് കിഡാണ് സമരം ബേത്ലഹേമിലെ മഞ്ജു ചേച്ചിൻ്റെ യങ്ങസ്റ്റ് കസിൻ. മൂവി ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. ഇന്നും ആൾക്കാർ സമരം ബേത്ലഹേം എന്ന് പറയുന്നതിനോട് നല്ല സ്നേഹം കാണിക്കുന്നതിൽ ഞാനും അതിൻ്റെ ഒരു പാർട്ടായതിൽ സന്തോഷമുണ്ട്. മെമ്മറീസ് കൃഷ്ണ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വെക്കേഷൻ മോഡായിരുന്നു. ഒരു ഏപ്രിൽ ടൈമിലാണ് ഇത് ഷൂട്ട് ചെയ്തത്. അപ്പം ഫുൾ വെക്കേഷൻ മോഡ്. പിള്ളേർ സെറ്റ്. പിന്നെ മഞ്ജു ചേച്ചിയായിട്ട് പെട്ടെന്ന് ഐസ് ബ്രേക്കായി. എനിക്കൊരു ചെറിയ മെമ്മറി ഉള്ളത്, മഞ്ജു ചേച്ചി എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇങ്ങനെ കരയായിരുന്നു. അപ്പം മടിയിലിരുത്തി ഞങ്ങളെല്ലാവരും വലിയ കാര്യമായിരുന്നു. അപ്പം ആ ഒരു മെമ്മറി എൻ്റെ ഉണ്ട്. പിന്നെ നമ്മൾ ആ ചൂളം മടിച്ച് കറങ്ങി നടക്കുക, അതിലൊക്കെ ഡാൻസ് ആ സീക്വൻസ് ഒക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ഫൺ ഫിൽഡ് മൂവിയായിരുന്നു. ബോണ്ടിങ് ഉണ്ട് ഇതിൽ. ഒരുപാട് സ്നേഹമുള്ളൊരു മൂവിയാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ മൂവി പോയി കാണണം. താങ്ക് യു. താങ്ക് യു. ചേച്ചി പ്ലീസ്. നമസ്കാരം, ഞാൻ നിവ്യ. ഞാനൊരു 70 പടത്തിലോളം അഭിനയിച്ചിട്ടുണ്ട്. ആദ്യത്തെ പടത്തേക്കാളും എനിക്ക് പറയാനുള്ളത് ഞാൻ സല്ലാപമാണ്. എന്നെ നിവ്യ എന്ന് പറഞ്ഞത് അറിഞ്ഞു തുടങ്ങിയത് സല്ലാപത്തിലൂടെയാണ്. മഞ്ജു ചേച്ചിയുടെ ഒപ്പം തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ മൂവീസൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ എൻ്റെ 2ാമത്തെ പടം എപ്പോഴും സമരം ബേത്ലഹേമെന്നേ പറയുള്ളൂ. കാര്യം അത്രയും എൻജോയ് ചെയ്ത്, ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ അത്രയും എൻജോയ് ചെയ്ത പടം ഞാൻ അഭിനയിച്ചിട്ടില്ല. ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, ഞാൻ അന്ന് കണ്ടത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നടുക്കിരുന്ന് കുറച്ച് സിനിമ കണ്ടു, പിന്നെ കുറച്ച് പോപ്കോണൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നിപ്പോൾ കാണാൻ പോകുന്നത് എൻ്റെ 2 പിള്ളേരുടെ കൂടെ ഇരുന്നാണ് കാണാൻ പോകുന്നത്. അവരിപ്പോൾ ഞാൻ ഈ സിനിമയിൽ ഇതിലില്ല. 12 വയസ്സ് അത്രേ ഉണ്ടോയെന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. 11-12 വയസ്സ് അത്രേ ഉള്ളൂ. എൻ്റെ മോൻ ഇപ്പോൾ മൂത്ത ആൾക്ക് 15 വയസ്സായി. അപ്പോൾ അവൻ നോക്കുമ്പോൾ അമ്മ ചെറുതാ. അപ്പോൾ ഞാനത് വെയിറ്റ് ചെയ്യാണ്. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ ഇപ്പോൾ വരാൻ പറ്റിയതിലും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഒരു റിക്വസ്റ്റ് ഉണ്ട് ഫ്രം ദ ഓഡിയൻസ് എൻഡ്. ഇതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ, നിങ്ങൾ 3 പേര് മതി, നമുക്ക് 3 പേരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം തൽക്കാലം, ഒന്ന് റീക്രിയേറ്റ് ചെയ്യാമോ എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, ഞങ്ങൾ ഫുൾ കളിയല്ലേ. ബോള് തട്ടി കളിക്കുക തന്നെ. അപ്പോൾ ഫ്രെയിം ഔട്ട് ആകുമ്പോൾ ചേട്ടന്മാർ പറയും ഉള്ളിൽ കളിക്ക്. പക്ഷെ ബോൾ ഉണ്ടാവില്ല, ബോള് വേറെ സ്ഥലത്തായിരിക്കും. അപ്പൊ ഇതെടുക്കാൻ വേണ്ടി ഒരാൾ പോകും, പിന്നെ അത് കൊണ്ടുവന്ന് വെച്ച് പിന്നെയാണ് കളി. മൊത്തം കളിയായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ശരിക്കും എൻജോയ് ചെയ്തു. ഇതാണ് ചെറുതിലെ ഏറ്റവും വലുത് ഞാനായിരുന്നു. ഞാനാണ് സുരേഷ് ഏട്ടനോട് വി ഹേറ്റ് യു എന്ന് പറഞ്ഞത്. പിന്നെ ടോയ്ലറ്റ് സീൻ വന്നപ്പോൾ പറയുന്നുണ്ട്, ആമി ചേച്ചി ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പോയപ്പോൾ അങ്കിൾ ഒളിഞ്ഞു നോക്കിയതാന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ആ 2 ഡയലോഗ് പറഞ്ഞപ്പോൾ മാത്രമാണ് ഇത് അഭിനയമാണ്, സിനിമയാണെന്നുള്ള ഒരു തോട്ട് വന്നത്. ബാക്കി 45 ദിവസവും ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ച്. ഓക്കെ, അൻസു ഏതാണെന്ന് കാണിച്ചു, നിവ്യ ചേച്ചി ഏതാണെന്ന് കാണിച്ചു. കൃഷ്ണ ഇതിലേതാണ്? കൃഷ്ണ അതാണ് കൃഷ്ണ. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയ രീതിയിൽ ഈ ഫോട്ടോ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാമോ? റെഡി. നിവ്യ ചേച്ചി കേട്ടോ ഫുൾ ഓൺ ആണ്. ഒരു കൈയടി നമുക്ക് കൊടുക്കാം അവരുടെ ആ ഒരു എന്തൂസിയാസത്തിന് വേണ്ടിയിട്ട്. ചൂളമടിച്ചു പാട്ടിന്റെ അതാണ് അത്.
താങ്ക് യു സോ മച്ച്. ആൻഡ് ഇവർക്ക് മൊമെന്റോ നൽകാനായിട്ട് നമുക്ക് മഞ്ജു ചേച്ചി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം അല്ലേ? നിങ്ങൾക്ക് ഭയങ്കര പെട്ടെന്ന് ഐസ് ബ്രേക്ക് ആയതാണെന്നല്ലേ പറഞ്ഞത്? അപ്പം മഞ്ജു ചേച്ചി പ്ലീസ് ഡു ദി ഓണേഴ്സ്. മഞ്ജു ചേച്ചി അന്ന് ഇവരെ കണ്ടതിന് ശേഷം പിന്നീട് ഇന്നാണോ ഇവരെ കാണുന്നത്? ലൈക്ക് ഇവരെ പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റിയോ? എന്താണ്? ഞാൻ കൃഷ്ണയായിട്ടും നിവിയായിട്ടും ഇടയ്ക്ക് ഫോണിൽ കോണ്ടാക്ട് ഉണ്ട്. അത് ശരി, ഞാൻ കുറെ വർഷമായി കണ്ടു. പക്ഷെ പെട്ടെന്ന് റിയലൈസ് ചെയ്തു, മനസ്സിലായി. കാരണം ഇവര് രണ്ടുപേരുടെയും നടുക്കായിരുന്നിരുന്നു. അപ്പൊ മനസ്സിലായിരുന്നല്ലേ? ഓൾ റൈറ്റ്, താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാൻ സാധിച്ചതിൽ അല്ലേ? മഞ്ജു ചേച്ചിയുടെ ഒരു എക്സ്പ്രഷൻ, കുട്ടികളൊക്കെ വലുതായി എന്നുള്ളൊരു എക്സ്പ്രഷൻ വേണ്ടിയിട്ടാണ് മഞ്ജു ചേച്ചി കയറി വന്നത്. മഞ്ജു ചേച്ചി ഇപ്പോഴും ഞങ്ങൾ വന്നപ്പോൾ പറയുമായിരുന്നു, സ്റ്റിൽ ഇത്രയും യങ് ആയിട്ട് ഒരു മാറ്റവും ഇല്ല എന്നുള്ളൊരു രീതിയിൽ ഷോക്കായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങളെ വിളിച്ചു, ആ സംസാരിച്ചു, അതേ സ്നേഹം ഇന്നും ഉണ്ട്. അതിൽ ഭയങ്കര ഇതാണ്, ഭയങ്കര ഇൻസ്പയറിംഗ് ആക്ട്രസ് ആണ്. വെരി ഹോൾസം മൊമെന്റ്, വെരി ഹോൾസം മൊമെന്റ്. ആ സിനിമയിലെ പൂച്ചയുടെ പുറകിലെ കൈകൾ എന്നുള്ള രഹസ്യം പോലെ മഞ്ജു ചേച്ചിയുടെ യുവത്വത്തിന്റെ രഹസ്യം ഇവിടെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ചേച്ചി. താങ്ക് യു ഫോർ ഡൂയിങ് ദി ഓണേഴ്സ്.